നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 20 ഓഫ് 100 ഡേ സ്റ്റഡി ചാലഞ്ച് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇന്ന് 20ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4 മണിയായപ്പോഴാണ് 4 to 5 വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ട് ഞാൻ SBI ക്ലാസ് കേട്ടുകൊണ്ടാണ് കേട്ടോ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മിറ്റോടി പരിപാടീസ്, അകമടി, വിളക്ക് കത്തിക്കലുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കൽ, അത് മൊത്തം ഞാൻ 4 to 5 ചെയ്ത് തീർന്നു. അത് കഴിഞ്ഞ് 5 തൊട്ട് 6 വരെ എന്തായാലും ഒരു 1 hour പഠിക്കാം. 1 hour പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്ന് പഠിക്കാൻ സമയമില്ല. എന്ത് ജോലി ചെയ്യുവാണെങ്കിലും 1 hour ഞാൻ പഠിച്ചിരിക്കുമെന്ന് വിചാരിച്ച് 5 തൊട്ട് 6 വരെ പഠിക്കാൻ ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ നോട്ടാണ്. അതുമായിട്ട് എൻ്റെ ബുക്ക് കയ്യിലുണ്ട്. ഞാനും അവളും കൂടെ, അവൾക്ക് പുറത്ത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴി കൂടെ അങ്ങോട്ട് നടന്ന് പോകണമെന്നും പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ബുക്കായിട്ട് പുറത്തോട്ടിറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പേരയ്ക്ക പറിച്ചു. അങ്ങനെ കുറച്ച് പരിപാടീസ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തായാലും ഒരു 1 hour ഈ മാർത്താണ്ഡവർമ്മയുടെ നോട്ട് ഞാൻ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും അവിടെ കൂടെ ഞാൻ ഇരിക്കുകയാണ്. അവളവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ വഴി കൂടെ നടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുവാണ്. എന്നാലും എൻ്റെ നോട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു കേട്ടോ. 5 to 6 ഞാൻ ചെയ്ത് തീർത്തു. ഞങ്ങൾ തിരിച്ച് ചിത്ത് വീട്ടിലേക്ക് വരുന്ന വഴി അമ്മയുടെ കൂടെ അവൾ കടയിലേക്ക് പോയി. അപ്പോൾ എനിക്കൊരു 1 hour ഒരു ഹാഫ് ആൻ അവർ കൂടി കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പഠിച്ച നോട്ട് എൻ്റെ തന്നെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് എനിക്ക് പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ കേൾക്കാം. അല്ലാതെ ഒരു പ്രോപ്പർ റിവിഷൻ ടൈമിന് എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ അവൾ പോയ ടൈമിൽ എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടി കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇനിയിപ്പം അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ള ഞാൻ റോക്സ് ആണ്. ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പം അത് വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് ആ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള പോർഷനാണ്. ചെറിയ പോർഷൻ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പം ഞാൻ ആ റോക്സിൻ്റെ പോർഷനാണ് കേട്ടോ തീർക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുള്ള അമ്മമാരുടെ ടിപ്സാണ്. അതായത് ചെറിയ ഒരു നോട്ട്, കൈ പിടിക്കാവുന്ന രീതിയിലുള്ള നോട്ട് ഒന്നെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫോണിൽ ഇടുകയും ചെയ്യാം. ഒറ്റ പേപ്പർ നോട്ടേ ഉണ്ടാക്കാവുള്ളൂ. ഈ റോക്സിൻ്റെ മൊത്തം കാര്യങ്ങളും ഒറ്റ പേപ്പറിൽ ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ആ നോട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തത്. കാരണം ഞാനിങ്ങനെ നടന്നു പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എപ്പോഴും പഠിക്കാൻ പറ്റുന്നോ ആ സമയത്ത് പഠിക്കാനായിട്ട് ഒരു കാര്യം ഇതേ നോട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെക്കും. അതുപോലെ ചെറിയൊരു പേപ്പറിൽ നോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഉള്ള രീതിയിലുള്ള ചെറിയൊരു പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയൊരു ബുക്കിലോ മടക്കി പിടിക്കാവുന്ന ബുക്കിലോ ആക്കി എഴുതി വെക്കും. അല്ലെങ്കിൽ പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കും. അപ്പം കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഫോണിൽ നോട്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് കുറച്ചിട്ടിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനിയിപ്പം 30 days മാത്രമുള്ളത് കൊണ്ട് ഫുൾ ഫോഴ്സിൽ പഠിക്കുകയാണ്. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ തൊട്ട് 4 മണി വരെ എന്നാലും ഞാൻ പഠിച്ചില്ല. ആക്ച്വലി പഠിക്കാൻ പറ്റുമായിരുന്നു. എന്നാലും എന്തൊക്കെയോ ഡിസ്ട്രാക്ഷൻസും വീഡിയോസ് കാണലും കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ ആ മൊമെൻറ്റ് കിട്ടുന്ന ടൈം നമ്മൾ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പോർഷൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ രാവിലെ ഡിസ്ട്രാക്റ്റഡ് ആയി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇനിയുള്ള ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ ഒരു പേപ്പർ എടുത്ത് ഇനിയുള്ള ഒരു 1 hour ഞാൻ എന്ത് ചെയ്യും, അത് കഴിഞ്ഞ് 1 hour ഞാൻ എന്ത് ചെയ്യും, അത്ര മാത്രമേ എഴുതിയുള്ളൂ കേട്ടോ. ഫുൾ ഡേ ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെ ഗിൽട്ട് അടിക്കും. പഠിച്ചില്ലല്ലോ, ഞാൻ പ്ലാൻ ചെയ്തില്ലല്ലോ, അങ്ങനെ ഒരു ഗിൽട്ട് അടിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 1 hour, അടുത്ത ഒരു 1 hour എന്ത് ചെയ്യും, അത് പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്തൊരു 1 hour, മാക്സിമം 2 hours എന്ത് ചെയ്യും എന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ്, എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഈ ഡിസ്ട്രാക്ഷൻസ്. ഞാൻ ചിലപ്പം എന്തെങ്കിലും വീഡിയോ കാണാനായിരിക്കും യൂട്യൂബിൽ കയറുന്നത്, പിന്നെ അത് വേറെ വീഡിയോസിലേക്കാകും, റീൽസിലേക്കാകും, ഷോർട്സിലേക്കാകും, അങ്ങനെ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കാവും. അപ്പം എല്ലാം ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കുന്നതിൻ്റെ കൂടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാമായിരിക്കും, ഇറ്റ്സ് ഭയങ്കര വിലപ്പെട്ടതാണ്. അങ്ങനെ ഒന്ന് പഠിച്ചതിന് ശേഷം പിന്നെ രാത്രി എനിക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലതായിട്ട് ഒരു തലവേദനയും കോൾഡൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ പഠിച്ചില്ല. പിന്നെ നെക്സ്റ്റ് ഡേയും ഞാൻ രാവിലെ വീട്ടിലേക്ക് പോന്നു. കാരണം ഇന്ന് കുഞ്ഞിനെ നോക്കാൻ അമ്മയുണ്ടായിരുന്നു. ഞാൻ 1 മണിയായപ്പോഴാണ് വന്നത് കേട്ടോ. രാവിലെ വന്നില്ല, ഉച്ചയായപ്പോഴാണ് വന്നത്. അപ്പോൾ 1 മണി തൊട്ട് 6 മണി വരെ ഒരു 5 hours പഠിക്കാമെന്ന് വിചാരിച്ചാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ തലേദിവസം റോക്സിൻ്റെ നമ്മുടെ സമ്മറി പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പോർഷൻ വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി സമയം എടുക്കില്ല. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. 1 മണിക്ക് വന്നെങ്കിലും ഒരു അരമണിക്കൂർ വീട്ടിലുള്ള വർത്താനൊക്കെ പറഞ്ഞ് പോയി. 1:30 ആയപ്പോൾ പിന്നെ ഇരുന്നു. അപ്പോൾ റോക്സിൻ്റെ ആ ഒരു ഏരിയ പഠിക്കുകയാണ് കേട്ടോ. അപ്പം അത് പഠിച്ചിട്ട് വേണം. പിന്നെ ഞാൻ ബാക്കി കുറേ നോട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും പഠിക്കണം. അപ്പോൾ റോക്സ് എന്തായാലും ഫിനിഷ് ചെയ്തു. ഞാൻ പഠിക്കുന്നത് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടിക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷം വരും. ഓക്കെ, നമ്മൾ ഇത്രയും പഠിച്ച് കഴിഞ്ഞല്ലോ എന്ന് നമുക്ക്
കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെച്ച് എന്നും ഡെയിലി ടിക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അതിനുശേഷം 5 ഇയർ പ്ലാൻസും പഠിക്കാനുണ്ട്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് റോ മൊത്തമാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിച്ച് തീർക്കണം. അപ്പം ഈ ഒരു ഏരിയാസ് തീർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മെയ് 31 കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേൾഡ് വാർ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് നോക്കി. ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ നോക്കിയതാണ്. പക്ഷേ റിവിഷൻ്റെ കുറവാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് ഓർത്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് വേൾഡ് വാർ പഠിച്ചു. വേൾഡ് വാർ പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം 1 പേജർ നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ, സമയം കുറവുള്ളവർ ആണെങ്കിൽ ഒരു 1 പേജർ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഏതൊരു ടോപ്പിക്കാണെങ്കിലും അതിൻ്റെ ഒരു 1 പേജർ നോട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിന്നെ പെട്ടെന്ന് ഫോണിലാണെങ്കിലും അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എവിടെയെങ്കിലും നടക്കുന്ന സമയത്ത് ജസ്റ്റ് കയ്യിൽ പിടിച്ച് നോക്കാൻ പറ്റും. അതുപോലെ റെക്കോർഡ് ചെയ്ത് ഫോണിൽ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാലും നമുക്ക് നന്നായി യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഈ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ ബുക്കാണ്. അപ്പോൾ അതൊരു 3 വോളിയുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല ബുക്കാണ്. പക്ഷേ അതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ഏരിയാസും ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ ആ ഒരു ബുക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ എൻ്റെ കയ്യിൽ പഴയൊരു ടാലൻറ്റിൻ്റെ ബുക്കുണ്ട്. അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേണ്ട പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ലക്ഷ്യയുടെ ബുക്കിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് SCRT പോയിൻറ്റ്സ് ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ SCRT വായിക്കുന്നതിന് ഈക്വൽ ആകത്തില്ല. SCRTയിൽ ചില എക്സ്ട്രാ പോയിൻറ്റ്സ്, ഇങ്ങനെ ബോക്സിലുള്ള പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ SCRT തന്നെ വായിച്ചാൽ മാത്രമേ നമ്മൾ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ സെക്കൻഡ് വേൾഡ് വാർ ആ ഒരു ഏരിയ തീർത്തു. അപ്പം ഇതാണ് ഞാൻ 31st വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് തീരും, എങ്ങനെയെങ്കിലും തീർക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോകണം കേട്ടോ. വെള്ളം ഭയങ്കരമായിട്ട് കയറി. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.